ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് സൺഡേ ഒക്കെ ആണ് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു സൺഡേ ടൈമിൽ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാനിന്ന് ഷൂട്ട് ചെയ്തേക്കണേ. എന്ന് വെച്ചാൽ ഒരു രാവിലെ ഒരു 11 മണി മുതൽ ഒരു ഉച്ച ഒരു 2 മണി വരെ ഉള്ളൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്തെന്നൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ സൺഡേ ആയാലും നമുക്കെന്ത് ലീവ് അല്ലേ, നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ മോളുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എഴുതാനോ പിടിക്കാനോ വായിക്കാനോ പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ പണിയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി പറയണത് ഫുള്ള് ആ സമയത്ത് ഫുള്ള് കുക്കിങ്ങാണ്. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഉച്ച സമയമാകുമ്പോൾ ഞാൻ ലൈവ് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ലൈവ് പോയപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അത്യാവശ്യം ഒരുപാട് ആൾക്കാർ, ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാർ നമ്മളതിനെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്, നമ്മളതിനെ ഇഷ്ടമാണ്, ഫാനാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ട് എനിക്ക് സത്യം പറയാമല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇത്രയൊക്കെ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ എന്നൊക്കെ വിചാരിച്ചപ്പോഴേ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇതേപോലെ ഇനിയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോസ് ഇനി പുതുതായിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇവർ മാത്രമല്ല, പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വരികയാണെങ്കിലും എന്താ പറയുക, എല്ലാവിധ സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും, നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ആരെങ്കിലും കമൻറ്റ് ഇടുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണെങ്കിലും ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതിനൊന്നും ഒരു രീതിയിലും ഞാൻ എന്താ പറയുക വെയിറ്റ് പിടിച്ചിരിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാത്ത ആളാണ്. അപ്പോൾ ഏട്ടൻ ചോദിക്കും, എന്തിനാണ് നീ എല്ലാ കമൻറ്റിനും ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത്? അപ്പോൾ ഞാൻ ചോദിക്കും, അതല്ല ഏട്ടാ അവരുടെ സന്തോഷം. അവരിപ്പോൾ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒരു ലവ് ചിഹ്നമാണെങ്കിൽ പോലും നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ റിപ്ലൈ തന്നല്ലോ, ഇനിയും അവർക്ക് കമൻറ്റ് ഇടാനുള്ളൊരു പ്രചോദനമാണ് അല്ലേ. നമ്മളിപ്പോൾ ചില വീഡിയോസിനൊക്കെ കാണാം, ചിലവരൊക്കെ കാണാം ഒരുപാട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ ഒരാൾ പോലും റിപ്ലൈ കൊടുക്കാത്ത അവസ്ഥ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒന്നും ഞാൻ എന്താ പറയുക എന്തായാലും നിരാശപ്പെടുത്തില്ല. അവർക്കൊക്കെ ഞാൻ സന്തോഷം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചീര ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അമ്മ വീട്ടിലുണ്ടായ ചീര ഉപ്പേരി ചീര കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉപ്പേരി വയ്ക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. കണ്ടല്ലോ നിങ്ങൾ, ഉള്ളി മൂപ്പിച്ച് മുളക് പൊടി ഇട്ട് നാളികേരട്ട് പിന്നെ ചീര ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക ചെയ്ത്. അപ്പോൾ കഴുകിയ വെള്ളം തന്നെ ഊർന്നിട്ട് ചീരയിൽ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ മോര് കറി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മോര് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങയും മത്തങ്ങയും കൂടിയിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് രണ്ട് വിസിൽ കുക്കറിൽ അടിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ തുടയ്ക്കണ തുണിയൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും ആകെ അളി പിളി വഴുവഴുന്നനെ കണ്ടോ, അതിൻ്റെ ചെളി പോകണുണ്ടോ. ദിവസവും രാത്രി ഞാൻ തുടച്ചിട്ട് ഇതേപോലെ സോപ്പിൽ വെള്ളമിട്ടിട്ട് പിഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ പറയുക ഞാൻ ആറിടാറ്. പക്ഷെ എന്താ പറയുക, പിന്നെയും അതേപോലെ തന്നെ ഫുള്ള് വഴുവഴുന്നതിന് എണ്ണയുടെ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഓരോ വേസ്റ്റൊക്കെ ആയിട്ടേ ഭയങ്കര മടുപ്പാണ് അല്ലേ. എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ആ ചീരപ്പേരൊക്കെ ഒരുവിധം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് വെള്ളമൊക്കെ വറ്റിയപ്പോൾ ഒരുപാടുണ്ടായിരുന്ന ചീരപ്പേര് കുറച്ചായിപ്പോയി. അപ്പോൾ അതാ ചീരുപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂട്ടാൻ വെക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ചീരുപ്പേരി വെക്കണതാണ്. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനെന്താ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇനി നിലം കണ്ടോ, നിലം ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ മറ്റേ ഇതുമെന്ന് തട്ടി നിലത്തേക്കാണ് ഇടുക. പിന്നെ നിലം അങ്ങനെ ഒരുമിച്ച് അടിച്ചു പോരുക കേട്ടോ ഞാൻ ചെയ്യില്ല. അതിൻ്റെ ഇടയിൽ ആമി കുറേ കുന്ത്രാണകൾ കൊടുന്നിട്ടിരിക്കണുണ്ടോ, ആമിയുടെ വാച്ചും ഇതൊക്കെ കിട്ടിട്ടുണ്ട് അവൾ. അപ്പോൾ അതൊക്കെ അവൾ ഇട്ട സാധനങ്ങൾ അടിച്ചു വരാനേ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ. ഇന്നലെ കണ്ടു അവളുടെ കളിപ്പാട്ടത്തിൻ്റെ കൊട്ട ഉണ്ടല്ലോ, അത് മൊത്തം വലിച്ചിട്ട് ആ കൊട്ട തലയെ കൂടെ ഇട്ട് നടക്കണത്, ആ നെറ്റിൻ്റെ കൊട്ടയെ. അപ്പോൾ കൂട്ടിലിട്ട സിംഹം ആണിൻ്റെ മോള്. അപ്പോൾ എന്നിട്ട് അതിങ്ങനെ നോക്കിയിട്ട് ഇന്നെ നോക്കി ചിരിക്കുക, വാവേ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ മോളുടെ പരിപാടി. അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. വലിയ വ്യൂസൊന്നുമില്ല, നമുക്ക് 10-350 വ്യൂസ്, ചിലതിലാണെങ്കിൽ 600. എൻ്റെ ഡെലിവറി സ്റ്റോറിയും പ്രഗ്നൻസി സ്റ്റോറിക്കൊക്കെയാണ് 1.5K വ്യൂസ് കയറിയിട്ടാണ്. അതാണ് നമ്മുടെ ലോങ് വീഡിയോയിൽ ഏറ്റവും വ്യൂസ് എന്ന് തോന്നുന്നു. അല്ല, ഒന്നും കൂടി ഉണ്ട്. ആമിയുടെ അയ്യോ ചൂട് സഹിക്കാൻ വയ്യ എൻ്റെ മോള് ചെയ്യുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു 2 മിനിറ്റിൻ്റെ തോന്നുന്നു. അതിന് 2.5K വ്യൂസ് ഉണ്ടായിരുന്നു. അതിന് മാത്രം ആ 3 വീഡിയോയ്ക്കും പിന്നെ എൻ്റെ ഹോം ടൂർ പണ്ടൊരു വീഡിയോയ്ക്ക് മാത്രമേ 1Kയുടെ മേലെ കയറിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ കയറിയിട്ടില്ല. പിന്നെ ഞാനിതാ മോര് കൂട്ടാനിക്ക് വേണ്ട നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമുറി നാളികേരത്തിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് ജീരകം ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടാ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ പിന്നെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ചോര അങ്ങനെ ഇരുന്നിട്ടേ ആകെ ഒരു വൃത്തികെട്ട സ്മെല്ലടിക്കും. അപ്പോൾ അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി ഇല്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനുള്ള ശ്രമത്തിന്. അപ്പോൾ ഞാൻ കുറച്ച് തോന എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചു എന്തിനാണ് കുറച്ച് തോന എടുത്ത് വെക്കണേ, കറി വെക്കാം പിറ്റേ ദിവസത്തേക്ക് എടുക്കാമല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ആയിരിക്കാൻ ഇട്ടിട്ട് കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ല് പീസാണ് എനിക്ക് കൂടുതൽ ചിക്കനിൽ ഇഷ്ടം. എനിക്ക് അങ്ങനെ മറ്റേ മാംസം കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. എല്ലും ഉണ്ടാവണ കുറച്ച് മാംസം ഉണ്ടല്ലോ, അതാണ് എനിക്ക് കൂടുതലിഷ്ടം. അതുപോലെ അൽഫാം മേടിച്ചാലും വലിയ മാംസമുള്ള പീസൊക്കെ ഞാൻ ഏട്ടന് കൊടുത്തിട്ട് എനിക്ക് എല്ല് പീസ് തരണേന്നാണ് ഞാൻ ഏട്ടനോട് പറയുക. അതുപോലെ എനിക്ക് ഫ്രൈഡ് ചിക്കനിൽ ഫുൾ എല്ലായിരിക്കുമല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ മേടിക്കലും ഫ്രൈഡ് ചിക്കൻ മതി എന്നാണ് ഞാൻ പറയൽ. പിന്നെ ഷവർമയിൽ പിന്നെ ഓൾറെഡി പീസ് എല്ലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിതാ കുറച്ചും കൂടി മാറ്റി വെച്ചിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മോരുണ്ടായിരുന്നു, തൈര് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ മോര് കുറച്ച് മോരും ഒഴിച്ചിട്ട് എന്ത് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം പറ്റിയ ഒരബദ്ധം പറ്റി ഗൈസ്. നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആമീനെ അമ്മ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടുക്കള പണി ചെയ്യാന്ന് വെച്ചാൽ ആമീൻ്റെ അടുത്ത് അമ്മ ഉണ്ട്. പിന്നെ അത് ഏട്ടൻ വന്ന് നിൽക്കുന്നുണ്ട്. ഏട്ടൻ വന്നിട്ട് ഞാൻ പറഞ്ഞു ഏട്ടാ ചീരപ്പേര് നോക്ക് ഞാനിത് ചെയ്യാണ് പറഞ്ഞപ്പോൾ ഏട്ടാ ചീരപ്പേരിന്ന് ഇളക്കി സഹായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരപ്പേര് ഓൾറെഡി ഒരുവിധമൊക്കെ ആയി. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു സൺഡേ ആശംസിക്കുകയാണ്. പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ കണ്ടൻറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കും സത്യം പറഞ്ഞാൽ കണ്ടൻറ്റൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. യൂട്യൂബ് ചാനലിൽ ദിവസം വീഡിയോസ് വരും, ഷോർട്സും ലോങ്ങും ഒക്കെ ആയിട്ട്. ദിവസം ഒരേ തീമായിരിക്കും വീഡിയോൻ്റെ ഉള്ളിലുണ്ടാവുക. വീട്ടിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വീഡിയോയിലുണ്ടാവുക. പക്ഷേ ഫുള്ള് തംബ്നെയിലും അതിൻ്റെ എഴുതിയുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ മാറ്റി വ്യത്യസ്തമായിട്ട്. അതുകൊണ്ട് ഇപ്പം അവർക്ക് നല്ല വ്യൂസൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും അത്ര കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നല്ല വ്യൂസൊക്കെ അവർക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ നമ്മൾ വീഡിയോസ് ഇടുക. അപ്പോൾ കണ്ടൻറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ദിവസം നമ്മുടെ പക്ഷേ എനിക്കിന്ന് പറയണത് എന്തെന്നാ ഇതിൻ്റെ ഉള്ളിലുള്ളത് തന്നെയല്ലേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിനി അങ്ങനെ ഡെയിലി ലോങ് വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ദിവസം വീഡിയോസ് ഇടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ പറ്റുന്നില്ല ഗൈസ്. മോളുടെ ഇതും മോള് കുറച്ചുകൂടി വലുതായി നേഴ്സറിയിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. ഇനി ആ സമയത്ത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താ മോര് കറിക്കുള്ള ഞാൻ തേങ്ങയൊക്കെ അരച്ച് കൂട്ടി ഒഴിച്ചിട്ടുണ്ട്. മോരൊഴിച്ചു തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ വറുക്കാമെന്ന് വിചാരിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്. ഈ കറിവേപ്പില ഇട്ടതാണ് എനിക്ക് പണി പാളിയതെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്താണെന്നറിയില്ല, ആകെ കരിഞ്ഞിപ്പോക്ക് ചിക്കനാകെ എന്താ പറയുക കടായി ചിക്കൻ പറഞ്ഞിട്ട് കേടായ ചിക്കനായി പോയിട്ട്, നമ്മുടെ മായാവിയിൽ പറയുന്ന പോലെ കേടായ ചിക്കനായി പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല, വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ് ഇതൊക്കെ കഴിച്ചു. കുറച്ച് വറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് റോസ്റ്റിനെയും ഇഷ്ടം എനിക്കിങ്ങനെ നല്ല കുറുക്കി നല്ല കറി വെക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ അത് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോന്നൊക്കെ എടുത്തിട്ട് എനിക്ക് പാത്രങ്ങൾ കഴുകാന്ന് വെച്ചാൽ എനിക്ക് അപ്പപ്പം കഴുകാനാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. പാത്രം പിന്നെ കഴുകുക എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കണതോടെ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തന്നെയാണ് പിന്നെ ജോലി വരിക. അപ്പം കഴുകിയെടുത്തതിന് ആ സമയം കൊണ്ട് അതോട് കഴിഞ്ഞു വിട്ട് പിന്നെ വെറുതെ ഇരിക്കാമല്ലോ കുറേ നേരം. അപ്പോൾ പിന്നെ ഞാനിത് മോര് കൊണ്ടുവന്ന പാത്രവും എന്താ പറയുക മിക്സിയും
കുക്കറും ഒക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ കഴുകി എടുക്കുകയാണ് കേട്ടോ. ചെറിയൊരു സമയത്തോടുള്ളൊരു വ്ളോഗാണ് ഇത്. നല്ല 10-20 മിനിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വല്ലാണ്ട് കൂട്ടണ്ട, വെറുതെ ഇങ്ങനെ വെട്ടി കുറച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടികൾ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സൺഡേ ഞങ്ങൾ ട്രിപ്പിലായിരുന്നു, ഗുരുവായൂരും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നല്ല രസമായിരുന്നു. ഇപ്രാവശ്യത്തെ സൺഡേ അല്ലായിരുന്നു തോന്നുന്നു, മൺഡേ ആയിരുന്നു തോന്നുന്നു. സൺഡേ ഞങ്ങൾ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സൺഡേ നല്ല രസമായിരുന്നു. അപ്പോൾ ഈ സൺഡേ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇടയ്ക്കൊന്നും പോകുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഗൈസ് നല്ല മഴ പെയ്യുന്നുണ്ട്. സൺഡേ ആയിട്ട് നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ദിവസമൊന്നും മഴയൊന്നുമില്ല, മഴ പെയ്താലായി അത്രേ ഉള്ളൂ. പിന്നെ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കൽ. ചിലവർ കാണാൻ മറ്റേ കലത്തിൽ ചോറ് വയ്ക്കൽ. പക്ഷെ നമുക്ക് കുറേ നേരം വേവുണ്ട് വരില്ലേ. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. മോളൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം ഞാൻ കുക്കറിൽ തന്നെയാണ് ചോറും കറിയും ഒക്കെ വയ്ക്കൽ. അതാണ് എനിക്ക് എളുപ്പം. അതാകുമ്പോൾ എന്താ പറയുക, റേഷനരി ആകുമ്പോൾ ഒരു വിസിൽ വേണ്ട. ഇന്ന് റേഷനരി ഒരു വിസിലടിച്ചിട്ട് ആകെ ചോറ് കുറച്ചുകൂടി ഒന്ന് വെന്ത് പോയി. ഒരു വിസിലിൻ്റെ ആവശ്യമില്ല റേഷനരിക്ക്. അതേപോലെ പിന്നെ കുറുവ മേടിക്കൽ റേഷനരി ഇല്ലാത്ത സമയത്ത്. കുറുവ ആകുമ്പോൾ ഒരു 4-5 വിസിൽ ഞാൻ അടിക്കലുണ്ട്. അതാകുമ്പോൾ കറക്റ്റ് വേവാണ്. നല്ല ആമിക്ക് നല്ല കുഴയ്ക്കാൻ പാകത്തിലുള്ള വേവാണ് കുറുവരി ഉണ്ടാവുക. എനിക്ക് കൂടുതൽ ഇഷ്ടം റേഷനരി കുറുവനെയാണ് കേട്ടോ. വേറെ അരിയോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ കഞ്ഞി വെക്കുമ്പോൾ കുത്തരിക്കഞ്ഞി ഉണ്ടല്ലോ, മറ്റേ ചുവപ്പരി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനിതാ അവിടെ അറ്റത്തൊരു കലല്ല, ഒരു മറ്റേ അലുമിനിയത്തിൻ്റെ പാത്രം ഞാൻ ദോശയ്ക്ക് അരിയിട്ടിട്ടുണ്ടായിരുന്നു. പച്ചരിയും ഉഴുന്നും ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് രാത്രി അരച്ച് വെക്കണം. അങ്ങനെ അല്ലറ പരിപാടികൾ. ഇതിപ്പോൾ ഉച്ചയോണോട് കൂടി ഞാൻ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. പിന്നെന്താ വെച്ചാൽ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? ഇവിടെ ഞാനിങ്ങനെ ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ തമ്പിട്ടിട്ടാണ് പണി ചെയ്യൽ. പതുക്കെ നനഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞാൻ പണി ചെയ്യൽ. ചില ദിവസങ്ങളിൽ പെട്ടെന്ന് ചെയ്തിട്ട് ക്ലാസ്സൊക്കെ ഉള്ള ദിവസങ്ങളിൽ എനിക്ക് PPTTസിൻ്റെ ഒന്നരാടം ക്ലാസ് ഉണ്ടാവും. ആ ദിവസങ്ങളിൽ ഞാൻ വേഗം പണിയൊക്കെ തീർക്കും. അല്ലാത്ത ദിവസം ഞാൻ പതുക്കെ വലിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പണി തീർക്കൽ. ഇത് ആദ്യം നോക്കിയപ്പോൾ വലിയ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ട് അമ്മേനെ ഏൽപ്പിച്ചു. ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആകെ കരിഞ്ഞപ്പോൾ ആകെ നാശകോശമായി. ആകെ എന്താ പറയുക, വല്ല പ്ലാസ്റ്റിക് കത്തിച്ച പോലെ ആയിരുന്നു അകത്ത്. പുക നിറഞ്ഞിട്ട് ആകെ ഇതായിരുന്നു. പിന്നെ ലൈവുള്ള കാരണം ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് ആകെ കരിഞ്ഞ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.